ഹലോ അസ്സാം വലൈക്കും. എന്താ പാട്? എല്ലാവർക്കും റാഹത്തല്ലേ? അപ്പോൾ നമ്മൾ നോമ്പായ ഒരൊറ്റ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരുപാട് കമൻസ് ഷോർട്ടിനൊക്കെ ഞാൻ കാണുന്നുണ്ട്, വ്ളോഗ് വരുന്നില്ല, നോമ്പ് തുറയിട്ട് നോമ്പ് തുറൻ്റെ വീഡിയോസ് ഇട്. ഞാൻ പിന്നെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാത്തപ്പോൾ ആ ഒരു ഭാഗം ചെയ്യാതിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗൊക്കെ ഇടും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവരണമെങ്കിൽ അതിന് കുറച്ചൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്നൊരു നോമ്പ് തുറയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സമൂഹ നോമ്പ് തുറയാണ് നടക്കാൻ പോണത്. ഇപ്പോൾ നമ്മളെ അരീക്കോട്ടുകാർക്ക് നല്ല സുപരിചിതമായിട്ടുള്ള റഫീഖ് അരീക്കോട് വാട്സപ്പ് കൂട്ടായ്മേൻ്റെ കീഴിലാണ് ഈ ഒരു നോമ്പ് തുറ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് 12ാമത്തെ വർഷമാണ് ഈ ഒരു നോമ്പ് തുറ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഏകദേശം 2 വർഷമായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇവരൊരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മേൻ്റെ പ്രവർത്തനം കൊണ്ട് അരീക്കോട് നല്ലൊരു ഓളം സൃഷ്ടിച്ച ഒരു കൂട്ടായ്മ തന്നെയാണത്. ഇതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് വിതരണം, അതുപോലെ ചാരിറ്റി മേഖലയിൽ ഒരുപാട് ആളുകൾ വിശ്വാസം അർപ്പിച്ച് കൂടെ കൂടുന്ന, അതുപോലെ പ്രവർത്തിക്കുന്ന, അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെ മുന്നേ വാട്സപ്പ് കൂട്ടായ്മ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു മനാഫ്ഖാൻ്റെ വീഡിയോ ഇതേ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിനി. മനാഫ്ഖ ഈ വീട്ടിൽ വന്നപ്പോഴേ നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇപ്പോഴും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രോഗ്രാമിന്. അപ്പോൾ നമുക്ക് നല്ലൊരു സമൂഹ നോമ്പ് തുറ, മനസ്സും ശരീരവും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നടത്തുന്ന ഒരു നോമ്പ് തുറ നമുക്കിന്ന് ഇവിടെ കാണാൻ പറ്റും. കറയുണ്ടേൽ കളങ്ങേക്ക് തൗബയുണ്ടേടാ നിനക്ക്, പരിശുദ്ധ റമളാനിൻ പൊരുളറിഞ്ഞ് ഖുർആൻ നെഞ്ചോട് പിടിച്ചോർക്ക് മനം നിറഞ്ഞ്, മുറാദുണ്ടോ പറഞ്ഞേക്ക് തരാനുണ്ടേടാ നിനക്ക്, റഹ്മത്ത് റമളാനിൻ 10 മടങ്ങ്, അതിനാൽ കരം നീട്ടി ഇറയോനിൽ ഇനി മടങ്ങ്. ഗ്രൂപ്പിലെ മറ്റൊരു അഡ്മിനാണ്, പേരെന്താ? രാജേഷ് മണി അല്ലേ? സ്ഥലം എവിടെ? നമ്മളെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പല ഭാഗത്തുനിന്നുണ്ടല്ലോ അല്ലേ ആളുകൾ. അപ്പോൾ ഇതിലേക്ക് ആളുകൾ വന്ന് ചേരുന്നത് എങ്ങനെയാണ്? നമ്മളെ പ്രവർത്തനങ്ങൾ കണ്ട് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളും, വീടില്ലാത്തവർക്ക് വീട് വെച്ചു, സുഖമില്ലാത്തവർക്ക് മരുന്നും കാര്യങ്ങളും അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സജ്ജീകരണം ചെയ്യലും, അങ്ങനെ ആരോഗ്യമില്ലാത്തവർക്ക് ഒരു അത്താണിയായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പിന്നെ സാമ്പത്തികമായിട്ടും സേവനമായിട്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ എത്തിപ്പെടുക. ഇപ്പൊ ഏകദേശം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ഇപ്പോൾ ഒരു 400 സംതിങ് മെമ്പേഴ്സ് ഇപ്പം നിലവിലുണ്ട്. അത് പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലും അതിന്റെ പുറത്തുള്ള ആളുകൾ വരെ. അതെ, ഇതിന് ലിസ്റ്റ് ഇട്ട ടൈമിൽ ഞാൻ കണ്ടു പല സ്ഥലങ്ങളിലുള്ള ആളുകൾ. അപ്പോൾ പിന്നെ ഇപ്പോൾ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകളും ഒക്കെ പിന്നെ ഇപ്പം റഫീഖ് അവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പിന്നെ ഗ്രൂപ്പ് ഓന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അവിടുന്ന് കളക്ട് ചെയ്യാനുള്ളൊരു സജ്ജീകരണം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ പാട്ട് പല മേഖലയിലല്ലേ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്നെ എത്ര ലക്ഷമൊക്കെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ ചിലവൊക്കെ ബാധിച്ച ചിലവുകളാണ്. അപ്പോൾ അതിന് ഇത്ര സംഖ്യ വേണമെന്ന് പറയുന്നത് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളെ പാട്ടിൻ്റെ പാലായി ആക്കേണ്ട ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ പെട്ട കുറച്ച് ആളുകൾ സ്റ്റാൻഡിലും പരിസര പ്രദേശത്തും ബക്കറ്റ് വെച്ച് പിരിവ് നടത്തി, ആ പിരിവ് അതിന് 1 രൂപ കൂടി നമ്മൾ എടുക്കാതെ അതിൻ്റെ ചെലവുകൾ വരെ ഞങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് സുതാര്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരീക്കോട് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചാണ് നമ്മൾ അധികം കൊടുക്കുക. അന്ന് മുതലേ നമ്മളെ ഏരിയയിൽ എല്ലാവരും പോലീസുകാരും എല്ലാവരും ഭയങ്കര സഹകരണം. പെർമിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ സുതാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് അവർ എല്ലാ സഹകരണം ഓരോ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാ ഒരു കാര്യം ചെന്ന് പറയുമ്പോൾ നമുക്ക് അകമഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മളെ സേവന പ്രവർത്തനം അരീക്കോട് മാത്രം ഒതുങ്ങുന്നതല്ല, കൊണ്ടോട്ടി, കീശ്ശേരി, പല ഭാഗത്തും, നിലമ്പൂര്, എടക്കര, ആ ഭാഗത്തൊക്കെ നമ്മൾ
പരിസര പ്രദേശങ്ങളിലൊക്കെ പല ഭാഗത്തും കൊടുത്തും വാങ്ങിക്കാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആളുകൾ. അതെ, എല്ലാ ഭാഗത്തുനിന്നും കൊടുക്കാനും ആളുകളുണ്ട്, കൈപ്പറ്റാനും ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. ഈ ഗ്രൂപ്പിൽ തുടക്കം മുതലേ ഉള്ള ആക്റ്റീവായിട്ടുള്ള ഒരാളുണ്ട്. നമുക്ക് ഓരോരുത്തർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ ഏകദേശം ശശിയേട്ടല്ലേ പേര്? ഞാൻ ഏകദേശം 2 വർഷമായിട്ടുള്ള ഈ ഗ്രൂപ്പിലെത്തിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഉത്ഭവം മുതൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉത്ഭവം മുതൽ എന്ന് പറഞ്ഞാൽ റഫീക്ക് ഒരു ഭ്രാന്തിയായിട്ട് നിൽക്കുന്ന ഒരു ഉമ്മാക്ക് ചോറ് കൊടുത്ത് ഭക്ഷണപ്പൊതി കൊടുത്ത് അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ കുറേ കാലം ഒറ്റയ്ക്ക് റഫീഖ് ഒറ്റയ്ക്ക് കുറേ കാലം രോഗികൾക്ക് വേണ്ടി ഒറ്റയ്ക്കൊക്കെ പാട്ട് വണ്ടിയൊക്കെ വെച്ച് പാട്ട് പാടി അങ്ങനെയൊക്കെ നടത്തി കൊണ്ടുവന്ന് ഇപ്പൊ റഫീഖ് അന്നൊരു ഓട്ടോ ഡ്രൈവർ ആ സമയത്ത് ഏകദേശം എത്രയായി? അതിപ്പോ ഒരു 10 വർഷത്തിൽ മീതിയായി. ഇതിപ്പോ ഗ്രൂപ്പായിട്ട് ഇത് സംഗമിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. 10 വർഷം. 10ാം വാർഷികം പോടെ ആഘോഷം കഴിഞ്ഞു. ഇത് 11ാം നോമ്പുതോറായിരിക്കും. അന്ന് മുതലേ ഈ പരിപാടികളൊക്കെ നടത്തി വരുന്നുണ്ട്, മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. ഇത് സ്വന്തമല്ല, ഓണക്കിറ്റുമായിട്ടും വേറെയുള്ള റംസാൻ കിറ്റുമായിട്ടും ഒക്കെ ഓരോ ആഘോഷങ്ങളും ജാതി മതം ഭേദമന്യേ എല്ലാം നടത്തുന്നുണ്ട്. അടിച്ചുപൊളിയായിട്ട് പോകുന്നുണ്ട്. അതെ, ഇപ്പൊ 2 വർഷമായിട്ട് ഞാനും ഉണ്ട്. അന്ന് മുതൽ ഞാനും നോക്കി കാണുന്നുണ്ട് ഓരോ പ്രവർത്തനങ്ങളും. ഇതൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഇത് ഇവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഉമ്മ വീഡിയോയില് വരാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരായിട്ട് ഒരുപാട് ആളുകൾ. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന പൈസ ഒരു പൈസ പോലും നമ്മൾ വെള്ളം കുടിക്കാനോ ആ പൈസയിൽ നിന്ന് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പാടില്ല. അത് ആ രോഗിക്ക് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. അതായത് ആ മൈക്ക് സെറ്റിന്റെ ചെറിയൊരു വാടക, പാട്ട് പാടിയിട്ടാണ് നമ്മൾ തെരുവോരങ്ങളിൽ പാട്ട് പാടിയിട്ടാണ് വരുമാനം കണ്ടെത്തിയിട്ട് ആ രോഗിക്ക് നേരിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള ബസ് യൂണിയനിൽപ്പെട്ട ആൾക്കാർ, ഓട്ടോറിക്ഷ യൂണിയനിൽപ്പെട്ട ആൾക്കാർ, ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന ഏത് മെമ്പർമാരാണോ അത് പ്രസിഡന്റാണോ അവരും കൂട്ടി വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെയാണ് നമ്മളിത് മൊത്തം അവരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഭക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ, കുറച്ച് പൈസ ഇതൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർ പറയും അവരെ ഭക്ഷണം ഞാൻ ഏറ്റു. പിന്നെ അരികോട് മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്, ഒരു ചായക്കട ഉണ്ട്. ആ ചായയും കടി നമ്മൾ കൊടുത്തോളാന്ന് പറയും. അവിടെ പിന്നെ അതേ അരികോട് ബസ് സ്റ്റാൻഡിന്റെ കൊണ്ടോട്ടി റോഡിന് അങ്ങോട്ട് പോകുന്ന സൈഡിനുണ്ട്, ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു കൂൾ ബാർ ഉണ്ട്. അയാൾ പറയും ഞാൻ വെള്ളം ഞാൻ കൊടുത്തോളാം. അങ്ങനെയാണ് ഏറ്റെടുക്കും. അങ്ങനെ ഓരോരുത്തർ അങ്ങനെയാണ് ചെയ്യല്. ഇപ്പോഴും ഒരു മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി രോഗികൾക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൂടെ വെക്കുന്നുണ്ട് അരികോട്. അപ്പൊ എല്ലാവരും അതിന് സജ്ജായിട്ട് നിൽക്കും. പിന്നെ നമ്മള് വീട് ഇപ്പൊ ഈ അടുത്തൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വീട് ഏകദേശം കൊടുത്തു. ഒരു വീട് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക. താമസായി കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഇനി വരാനിരിക്കുന്ന പരിപാടി എന്തോ ഒരു മൊബൈൽ ഫ്രീസർ, ബോഡി ഫ്രീസർ അല്ലേ, അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോ ഈ പെരുന്നാളിന്റെ മുന്നേ കൊടുക്കണം, അവർക്ക് ഏൽപ്പിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാന്നുള്ളതുണ്ട്. ചർച്ചയിൽ ക്ലിയർ ആയിട്ടില്ല. അതെ, അങ്ങനെ ഒരുപാട് എണ്ണമറ്റ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എണ്ണമറ്റ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ. അപ്പോൾ നല്ലൊരു കൂട്ടായ്മയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ ഇൻഷാ അല്ലാ. എന്താ പിന്നെ നിങ്ങളെ പേര്? അബുല്ലേ? വേങ്ങമണ്ടി. എത്രയായി നമ്മളെ ഈ ഗ്രൂപ്പിലെത്തിയിട്ട്? റഫീഖിന്റെ എന്താ ഇപ്പൊ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നല്ല ഒരുപാട് കാര്യം ചെയ്തില്ലേ. വീടിന്റെ വെച്ചു കൊടുത്തു. പിന്നെ മെഡിക്കൽ ഇപ്പൊ നമ്മള് ആംബുലൻസ് മാറ്റി രണ്ടാമത് വേറെ എന്തോ ബോഡി വെക്കാനുള്ള കൂളറൊക്കെ വാങ്ങിക്കണം. നല്ല ബോഡി ഫ്രീസർ പാട്ട് പാടി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് വലിയ ഉപകാരമാണ് അത്. ഒരുപാട് പാട്ടുകാരുണ്ട് ഈ ഗ്രൂപ്പിൽ. അങ്ങനെ നമ്മള് പല സ്ഥലത്തും പാടിയിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് നമ്മള് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. അപ്പൊ നല്ല പ്രവർത്തനം. ഇതിനുള്ള ഫണ്ട് കളക്ട് ചെയ്യണ മെയിൻ ആയിട്ട് ഈ പാട്ടുന്ന അങ്ങനെയാണ്. പിന്നെ ഓരോ ടൗൺ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ റഫീഖാണ് ഇതിന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ. പക്ഷേ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്. ആളിപ്പം പ്രവാസിയാണ്. പക്ഷെ ആൾ ഇവിടെ ഇല്ലാത്ത നമുക്ക് നഷ്ടമായിരിക്കും. ഇല്ലാതെ ആളെ വീട്ടിൽ എനിക്കത് വലിയൊരു പോരായ്മ തോന്നുന്നു. പക്ഷേ നിരന്തരം നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വാട്സപ്പ് കൂടിയും എല്ലാം കൂടി എല്ലാവരും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ അവിടെയാണെങ്കിലും ആള് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലാത്തൊരു പോരായ്മ നമുക്ക് നല്ല ഉണ്ട്. അവിടെ വേണ്ടിയിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതാണ് ഞാൻ ഈ റിട്ടയർമെന്റ് ലൈഫിൽ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മുൻകൈ കൊടുക്കുന്നത്. കാരണം നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറേ സമ്പാദിച്ച് ഒറ്റ ജീവിച്ചിട്ട് അത് കാര്യമല്ല. നമുക്ക് ഒരാൾക്ക് എന്ത് വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ
ധനം കൊണ്ട് എന്ത് സഹായിക്കണം, അത് ഏറ്റവും വലിയ നന്മ ചെയ്യുന്നതാണ്. എത്രയോ ആൾക്കാർ കഷ്ടപ്പെടും. നമ്മൾ ചുറ്റും നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. അപ്പൊ ഈ കൂട്ടായ്മയുള്ള ഗുണം എന്താ, അങ്ങനെ നമ്മളെ സഹായം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് വലിയൊരു മാതൃക തന്നെയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഈ കാര്യങ്ങളിലേക്ക് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ കഴിയുന്ന സഹായം. നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, ശരീരം കൊണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിൽ ഒരാളെ രോഗിയായി കിടക്കുന്ന ആളെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പാലിയേറ്റീവ് പ്രവർത്തനമാകുമ്പോൾ എനിക്ക് അതിനെ പറ്റി നന്നായിട്ട് അറിയാം. ഓരോ വീട് ചെല്ലുമ്പോൾ അവരുടെ അവസ്ഥ കാണുന്നത്, ആരും ഒരു ടെൻഷൻ കൊണ്ട് കിടക്കും. നമ്മൾ എന്തുണ്ടെങ്കിലും അതിനൊക്കെ തള്ളിക്കളെ, കഴിഞ്ഞ കൊണ്ട് ചിന്തിച്ച് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ചില ആൾക്കാർക്ക് ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വഭാവം എന്തെന്ന് കിട്ടിയാൽ പിന്നെ അതാ ഉണ്ടാവും. ഞാൻ എല്ലാവരോടും പറഞ്ഞ അതാണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ആ ഉന്മേഷം ഉണ്ടാവും. എന്തൊരു പ്രായമായാലും പ്രായമാവില്ല അങ്ങനെ. അപ്പൊ എന്തേ പറയുള്ളൂ, നമ്മൾ കഴിയാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യാം. എന്താണോ നമ്മൾ അതെ. ഇന്ന് മറ്റൊരാൾക്കാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വന്നുകൂടായിക ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വരാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇത്തരം നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടും ആ ഒരു സന്തോഷം കിട്ടും. പഠിച്ച ഭാഗത്ത് നമുക്ക് അതിന്റെ കിട്ടും. ഇത്തരം കാര്യങ്ങൾ തോന്നുന്നല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. അതെ, നമ്മളെ ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഉണ്ടായി എന്നുള്ളൊരു ഫീല് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നുള്ളതാണ്. കൂട്ടായ്മ ഉണ്ടാകുമ്പോഴേ നമ്മളിപ്പോ ഒരു പേരില് പിന്നെ ശക്തിയില്ല, 5 പേരെ പിടിച്ചു നോക്കൂ, പവർ അല്ലത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കൂട്ടായ പ്രവർത്തിക്കുമ്പോൾ അതിന് ശക്തി ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിന് വലിയ ബലമില്ല, അല്ലേ? അതാണ് പറയാനുള്ളത്. കൂട്ടായ്മന്റെ ഒരു ബലം, കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് പലർക്കും ചെയ്യാൻ പറ്റും. പല അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു വലിയ ആളാണ്, പേരെടുക്കാനല്ലേ. നമ്മുടെ സമൂഹത്തിൽ പേര് അത് വിടുക, അതൊന്നും അതിന് നമ്മൾ ഇൻകരം കൊടുക്കരുത്. നമുക്ക് എന്താ മനസ്സുകൊണ്ട് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരെ മുഖത്ത് നോക്കുമ്പോൾ സംതൃപ്തി ഉണ്ട്, അല്ലേ? ഒരു രോഗി കൊടുക്കുകയാണെങ്കിൽ, ഒരു കിഡ്നി പേഷ്യന്റ് അവരെ സഹായിക്കുമ്പോൾ അവരുടെ ആ മുഖഭാവം നമ്മൾ കാണുന്ന സന്തോഷം, അതാണ് നമുക്ക് തൃപ്തി. തീർച്ചയായും അതൊക്കെ എല്ലാവരോടും പറയാനുള്ളത്. അപ്പോഴും നമ്മുടെ കൂട്ടായ്മ നല്ലതിൽ മുന്നോട്ട് പോട്ടെ. അതാണ് ഈ ഒരു കൂട്ടായ്മന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആർക്കും പരസ്പരം ഒരു ഈഗോ ഇല്ല, ഒരു പേരെടുപ്പില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയും കാലമായിട്ട് നല്ല ഐക്യത്തിൽ പോണേ. പലരും ഇതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് കൂടിച്ചേരുന്ന ഒരു കൂട്ടായ്മയാണ്. അതെ, അതാണ് ഈ ഒരു കൂട്ടായ്മന്റെ പ്രത്യേകത വരുന്നത്. സംഗു ജാസുണ്ട്. ഹായ്, സംഘുവിന്റെ ഈ വർഷത്തെ ലാസ്റ്റത്തെ നോമ്പുതുറയാണ്. ഇനി നോമ്പുതുറ ഉണ്ടെങ്കിൽ പോലും പോവാൻ കഴിയില്ല. വീട്ടിൽ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്, ഉത്സവത്തിന്റെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോവാൻ അപ്പൊ എന്താ ഒരുപാട് സന്തോഷം. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു നോമ്പുതുറയില് പിക്കും ജാസ്തിനും കൂടി ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതിന് ഞങ്ങൾ ക്ഷണിച്ച റഫീഖ് അരീക്കോട് വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരുപാട് താങ്ക് യു. നോമ്പെടുക്കുന്ന ആളാണ് അല്ലേ? അതെ, ഞാൻ ഇന്ന് നോമ്പെടുക്കലുണ്ട്. 25ാമത്തെ നോമ്പാണ്. ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. മുഴുവൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. കിട്ടട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ ഓരോ ദിവസം കഴിച്ചു കൂട്ടുകയാണ്. ഷറാവട്ടെ. സുഖം. ഈയുടെ സ്ഥലം തെട്ടമല്. ഞാൻ കണ്ടിണ് ബഡ്സിന്റെ പരിപാടിക്ക്. നമ്മളെ ഈ ഗ്രൂപ്പിൽ എത്രയായി റഫീഖിന്റെ? കുറച്ചായി, ഒരു 5-6 കൊല്ലായി. ഞാൻ ആദ്യം കോഴിക്കോട്ട് വരെ, പിന്നെ കഴിഞ്ഞാൽ കുളത്തറ സ്കൂളിൽ, പിന്നെ അവിടെ നിന്ന് പഠനം പൂർത്തി ഞാൻ അങ്ങോട്ട് പോകുന്നു. പേരെന്തേനി? ഷാജഹാൻ. ഞങ്ങൾ കോൽക്കളിക്ക് ഫസ്റ്റ്. ഞങ്ങൾ ഈ റഫീഖ് മുത്തുവിന്റെ നേതൃത്വത്തിലെ സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ പഠിക്കുക. ഞങ്ങൾ കോൽക്കളിക്ക് ഫസ്റ്റ്. നമ്മൾ കംഫർട്ടൊക്കെ ഉണ്ടാക്കി ബുക്കല്ലോ, ഞങ്ങൾ കൈത്തോലൊക്കെ ഒരു ദിവസം പരിശുദ്ധ റമളാനിൻ പൊരുളറിഞ്ഞ് ഖുർആൻ നെഞ്ചോട് പിടിച്ചോർക്ക് മുറാദുണ്ടോ പറഞ്ഞേക്ക് തരാനുണ്ടേടാ നിനക്ക് റഹ്മത്ത് റമളാനിൻ 14 അതിനാൽ കരം നീട്ടി ഇറയോനിൽ